പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാതിവില തട്ടിപ്പ്, തനിക്ക് ഒരു അന്വേഷണ സംഘത്തിന്റെ നോട്ടീസും കിട്ടിയിട്ടില്ല, ഡീൻ കുര്യാക്കോസ്. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന ആരോപണമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നീതിപൂർവമായ സമീപനമാണ് കുടുംബത്തോട് സ്വീകരിച്ചതെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. വിശദമായ വാർത്തകളിലേക്ക്. പാതിവില തട്ടിപ്പ്, ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. തനിക്ക് ഒരു അന്വേഷണ സംഘത്തിന്റെ നോട്ടീസും കിട്ടിയിട്ടില്ല. നിർധന കുടുംബത്തിന് അനന്ത് ധനസഹായം നൽകിയിരുന്നു. ഇതിന്റെ രേഖകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയതാണ്. എനിക്കൊന്നും കിട്ടിയിരുന്നില്ല. ആരാ അങ്ങനെ പറഞ്ഞത്? ഇല്ലെന്ന് ഞാൻ ഇതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞാണല്ലോ. അപ്പൊ അത് സംബന്ധിച്ച് ആർക്കെങ്കിലും സംശയം ആരോടും പറയാം, വിളിച്ചോട്ടെ. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചാനലുകാർക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പാവപ്പെട്ട ഒരു വീട്ടുകാരന് വീട് നിർമ്മിക്കാൻ വേണ്ടി അയാളോട് ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അയാൾ അക്കൗണ്ടിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടല്ലോ, സംശയമുള്ള ആർക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. ആർക്കും. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന ആരോപണവുമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. ഭരണപക്ഷ സ്വാധീനത്തിൽ കേസ് അട്ടിമറിക്കുകയാണെന്നും സാബുവിന്റെ മരണത്തിന് കാരണക്കാരായ റൂറൽ സൊസൈറ്റി ജീവനക്കാരെ ജോലിയിൽ തിരിച്ചെടുത്തത് ഇതിന് തെളിവാണെന്നും മേരിക്കുട്ടി പറഞ്ഞു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം മടക്കി കിട്ടാതെ വന്നതോടെയാണ് കഴിഞ്ഞ ഡിസംബർ 20-ന് സാബു തോമസ് ആത്മഹത്യ ചെയ്തത്. ഭാര്യ മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും അപമാനിച്ചിറക്കിവിട്ടെന്ന് വ്യക്തമാക്കിയുള്ള ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. തുടർന്ന് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ തിരിച്ചെടുത്തു. ഇപ്പം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നീതി ലഭിക്കണം. നീതി ലഭിക്കണമെന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തത് ഒരിക്കലും ന്യായകരമല്ല. അവർ ചെയ്ത തെറ്റിന് അവർക്ക് ശിക്ഷ കിട്ടിയേ മതിയാവുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഓപ്പറേഷൻ്റെ സമയത്ത് ഈ സാവു പോയി 1 പ്രാവശ്യം 2 പ്രാവശ്യം വിളിച്ചു നോക്കി, കിട്ടുന്നില്ല പൈസ. എൻ്റെ കൊച്ചു പോയി, മൂത്ത കൊച്ചു പോയി റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ അമ്മയുടെ ജീവിത പ്രശ്നമാണ്, അമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരാകെപ്പാടെ 80,000 രൂപ തന്നു. തെളിവുകൾ ഹാജരാക്കിയിട്ടും CPM നേതാവ് VR സജിക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് മേരിക്കുട്ടി ആരോപിച്ചു. പോലീസിൻ്റെ അന്വേഷണം അവർ കാര്യങ്ങളൊക്കെ കുറേ പറയുന്നുണ്ട്. പക്ഷേ ഇത്ര 3.5 മാസത്തോളം ആയില്ലേ, ഒരു കാര്യങ്ങളും നീങ്ങുന്നില്ല അത്രയും അങ്ങോട്ട്. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ വീണ്ടും പോലീസിനെ തന്നെ സമീപിക്കാനായിരുന്നു മറുപടി. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സിറ്റി വിഷൻ, കട്ടപ്പന.
സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നീതിപൂർവമായ സമീപനമാണ് കുടുംബത്തോട് സ്വീകരിച്ചത് എന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പ്രതികരിച്ചു. ജീവനക്കാരുടെ സസ്പെൻഷൻ പിൻവലിച്ചത് സ്വാഭാവികമായ നടപടി മാത്രമാണ്. ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കെതിരെ ആത്മഹത്യാ പ്രേരണപരമായ ഒന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നും ഇക്കാര്യങ്ങൾ CPIM മുമ്പ് വ്യക്തമാക്കിയതാണെന്നും CV വർഗീസ് പ്രതികരിച്ചു. സജിയുടെ പേരിൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണല്ലോ. അത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ. ഒരാളിനോടൊരു വാദം സംബന്ധിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ന് തന്നെ പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമായ ഒരു ഭരണപരമായ നടപടിയുടെ ഭാഗമായി വരുന്നൊരു കാര്യമല്ലേ ഉള്ളൂ. അവരിപ്പോൾ കോടതിയിലുണ്ട്, കേസുമായി ബന്ധപ്പെട്ട് പോയി ഒരു ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് പരിഹരിക്കപ്പെടേണ്ട നിയമപരമായ ചില സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. വിഷു അടുത്തെത്തിയതോടെ വഴിയോരങ്ങളിലും വിൽപ്പനശാലകളിലുമെല്ലാം ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും നിരന്നു കഴിഞ്ഞു. പല ഭാവത്തിൽ, വർണ്ണത്തിൽ, വലിപ്പത്തിലുള്ള കൃഷ്ണ വിഗ്രഹങ്ങളാണ് വിഷുപ്പുലരിയെ ഐശ്വര്യപൂർണ്ണമാക്കാൻ വിപണിയിലെത്തിയിട്ടുള്ളത്. വിഷുപ്പുലരിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷ്ണ വിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുകയാണ്. കൊന്നപ്പൂവും കണിവെള്ളരിയും ശ്രീകൃഷ്ണ വിഗ്രഹവും ചേർന്ന വിഷുക്കണിയുണ്ടെങ്കിലേ മലയാളികളുടെ വിഷുപ്പുലരിയും വിഷുവാഘോഷവും പൂർണ്ണമാവുകയുള്ളൂ. പുഞ്ചിരി തൂവുന്ന കൃഷ്ണവിഗ്രഹത്തിലെ പുലർക്കാഴ്ച സമ്പദ് സമൃദ്ധിയുടെ നാളുകൾ സമ്മാനിക്കുമെന്നാണ് വിശ്വാസം. വിഷുപ്പുലരി അടുത്തെത്തിയതോടെ ഹൈറേഞ്ചിലും വ്യാപാരശാലകളിലും വഴിയോരങ്ങളിലുമെല്ലാം കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി നിരന്നു കഴിഞ്ഞു. പല ഭാവത്തിൽ, വർണ്ണത്തിൽ, വലിപ്പത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് വിപണിയിലെത്തിയിട്ടുള്ളത്. വിഷുപ്പുലരിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൃഷ്ണവിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നുവെന്ന് വ്യാപാരികൾ പറഞ്ഞു. വിഷുവായി കടകളിൽ പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ പല നിറത്തിലും പല വലിപ്പത്തിലും വന്നിട്ടുണ്ട്. 199 രൂപ മുതൽ 299 രൂപ വരെ ലാസ്റ്റ് പ്രൈസ്. ഒരുപാടെണ്ണം തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട് അടക്കമുള്ള അയൽ ജില്ലകളിൽ നിന്നാണ് കൃഷ്ണവിഗ്രഹങ്ങൾ ഹൈറേഞ്ചിലെ വ്യാപാരശാലകളിലേക്ക് വിൽപ്പനയ്ക്ക് എത്തുന്നത്. കൃഷ്ണവിഗ്രഹ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന കാലം കൂടിയാണ് വിഷുക്കാലം. കൃഷ്ണവിഗ്രഹങ്ങൾക്കൊപ്പം രാധാകൃഷ്ണ വിഗ്രഹങ്ങൾക്കും വിഷുക്കാലത്ത് ആവശ്യക്കാർ ഏറെയുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ NREGW യൂണിയൻ ഏലപ്പാറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി KP സുമോദ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ NREGW യൂണിയൻ ഏലപ്പാറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി KP സുമോദ് ഉദ്ഘാടനം ചെയ്തു. പ്രഭാ ബാബു അധ്യക്ഷയായി. തൊഴിലാളികളെ ദ്രോഹിക്കുന്ന അനാവശ്യ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് പദ്ധതിയെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഉദ്ഘാടകൻ ആരോപിച്ചു. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് 2006 നിയമം മൂലം പാസാക്കി രാജ്യത്തെ വിവിധ ജില്ലകളിലെല്ലാം തൊഴിലുറപ്പ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ പദ്ധതിയെ വിവിധങ്ങളായ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം തുടർച്ചയായി നടത്തി വരിക. MD സജി, നിശാന്ത് V ചന്ദ്രൻ, ആൻഡപ്പൻ N ജേക്കബ്, K കലേഷ് കുമാർ, D ആൽബർട്ട്, ജാൻസി പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാൻ ഹാജരാകാൻ നോട്ടീസ് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ അന്വേഷണത്തോട് സഹകരിക്കും. 25 ലക്ഷം വാങ്ങിയിട്ടില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ്. മാധ്യമങ്ങൾ തന്നെ അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് രാവിലെ പറയുമ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത്. ഇനി അതിനെ സംബന്ധിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവില്ല. മാത്രമല്ല, വിവാദം വന്നപ്പോൾ ഞങ്ങളുടെ നിലപാട് ഞാൻ വളരെ അസന്നിഗ്ധമായി പറഞ്ഞു. നിങ്ങൾ തന്നെ അന്വേഷണം നടത്തി, അന്വേഷണ പത്രപ്രവർത്തനം നടത്തി. CPM ജില്ലാ സെക്രട്ടറിക്ക് കാര്യത്തിൽ വലിയ പങ്കൊന്നുമില്ല. ഇത് അന്ന് തന്നെ നിങ്ങൾ തന്നെ കണ്ട പങ്കില്ലാതെ സംഭവത്തിനകത്ത് എനിക്ക് 25 ലക്ഷം തന്ന് അങ്കമണി ബാങ്കിലിട്ടെന്നാണല്ലോ പറഞ്ഞു. അത് നിങ്ങൾ പോയി അന്വേഷണം നടത്തി. എല്ലാ അന്വേഷണവും നിങ്ങൾ നടത്തിയതാണല്ലോ. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോട്ടീസ് കിട്ടിയാൽ കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നിലപാട് ശരി അത്രേ ഉള്ളൂ. അതിപ്പോൾ ഒരു നോട്ടീസ് കിട്ടിയാൽ അത് സംബന്ധിച്ച് സഹകരിക്കണോ വരണമല്ലോ. അത് വരട്ടെ, വരുമ്പോൾ നമുക്ക് എടുക്കാം. കിട്ടാതെ ഒരു നിങ്ങളുടെ നോട്ടീസ് കിട്ടിയെന്ന് നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ അതിന് പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ.
കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയോരത്ത് വഴിയാത്രികർക്ക് തണലേകി മരമുത്തശ്ശി എന്നറിയപ്പെടുന്ന പൊണ്ണൻ മാവ് 250 വർഷങ്ങൾക്ക് മേൽ പഴക്കം കണക്കാക്കപ്പെടുന്ന മുത്തശ്ശിമാവ് പെരുവന്താനം വില്ലേജ് ഓഫീസിന് സമീപത്തായാണ് നിലകൊള്ളുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മാവിന്റെ ദേശീയപാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശിഖരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം വിവാദമായതോടെ വനം വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം മാവിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. പീരുമേടിന്റെ ചരിത്രസാക്ഷിയായി നിലകൊള്ളുന്ന മരമുത്തശ്ശിയുടെ വിശേഷങ്ങൾ. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയോരത്ത് പെരുവന്താനം വില്ലേജ് ഓഫീസിന് സമീപമാണ് മരമുത്തശ്ശി എന്നറിയപ്പെടുന്ന പൊണ്ണൻ മാവ്. വിവിധ ആവശ്യങ്ങൾക്ക് പെരുവന്താനം വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലും എത്തുന്നവർക്ക് വേനൽക്കാലങ്ങളിൽ തണലേകി നിൽക്കുന്നത്. മാൻജിഫെറ ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമമുള്ള മരമുത്തശ്ശിക്ക് 250ഓളം വർഷം പഴക്കമുള്ളതായാണ് കരുതപ്പെടുന്നത്. 507 സെന്റിമീറ്റർ ചുറ്റളവും 30 മീറ്റർ ഉയരവുമാണ് മുത്തശ്ശിമാവിനുള്ളത്. ഇന്ത്യയിലും ബർമ്മയിലുമാണ് ഇത്തരം പൊണ്ണൻ മാവുകൾ നിലകൊള്ളുന്നത്. ഇന്ത്യയിൽ 1200 അടി ഉയരമുള്ള പ്രദേശങ്ങളിലെ നനവാർന്ന നിത്യഹരിത വനങ്ങളിലും ഇലകൊഴിയും ഈർപ്പവനങ്ങളിലും ഇത്തരം പൊണ്ണൻ മാവുകൾ കണ്ടുവരുന്നു. സർവേയറായി പീരുമേട്ടിലെത്തിയ റാക് വണ്ടൂർ എന്ന യൂറോപ്യൻ സായിപ്പ് ഇവിടെ ഒരു മാമ്പഴം കഴിക്കുകയും അതിന്റെ വിത്ത് ഇവിടെ നട്ടതാണെന്നുമാണ് പഴമക്കാർ പറയുന്നത്. ഒരു വർഷം 30,000 രൂപയ്ക്ക് മേൽ വില വരുന്ന മാങ്ങയാണ് മുത്തശ്ശിമാവിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് കണക്കുകൾ. മാവിന്റെ തടി ഏകദേശം 482 മീറ്റർ ക്യൂബ് വരുമെന്നാണ് കരുതപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മാവിന്റെ ദേശീയപാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശിഖരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം വിവാദമായതോടുകൂടി കേരള വനം വകുപ്പ് ഇടുക്കി ജില്ലാ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം മരമുത്തശ്ശിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. സിറ്റി വിഷൻ ഉപ്പുതറ. ഇടവേള. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. Admission started. Montfort Valley School, Murikundoti. Registration for the academic year 2025-26. Classes pre-KG to 9th and +1. For more inquiries, contact the landline 04868 247 421. Mobile 94469 66421. വീണ്ടും വാർത്തയിലേക്ക്. മുൻ MLA മാത്യു സ്റ്റീഫൻ അടക്കം 3 പേർക്കെതിരെ തട്ടിപ്പ് കേസ്. ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് കേസ്. മാത്യു സ്റ്റീഫൻ, ജിജി, സുബൈർ എന്നിവരെ പ്രതിയാക്കി തൊടുപുഴ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. തൊടുപുഴയിലെ ഒരു ജ്വല്ലറി ഉടമയിൽ നിന്നും 10 ലക്ഷം രൂപയുടെ സ്വർണം കടമായി വാങ്ങിയ ശേഷം പണം നൽകിയില്ലെന്നാണ് പരാതി. പണം ചോദിച്ചപ്പോൾ ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി പോലീസിൽ പരാതി നൽകി. പരാതി പിൻവലിക്കാൻ കൂടുതൽ പണവും ജ്വല്ലറി ഉടമയോട് ആവശ്യപ്പെട്ടു. തട്ടിപ്പ് ബോധ്യപ്പെട്ടപ്പോൾ ജ്വല്ലറി ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കോതമംഗലം, തൊടുപുഴ എന്നിവിടങ്ങളിലടക്കം ബ്രാഞ്ചുകളുള്ള ഒരു ജ്വല്ലറിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. ജനുവരി 17-ന് MLAയും ജിജിയും സുബൈറും ജ്വല്ലറിയുടെ തൊടുപുഴ ശാഖയിലെത്തി. നിർധന കുടുംബത്തെ സഹായിക്കാൻ 1,69,000 രൂപയുടെ സ്വർണം കടമായി നൽകണമെന്നാവശ്യപ്പെടുകയായിരുന്നു. മുൻ MLA എന്ന നിലയ്ക്ക് ജ്വല്ലറി ഉടമ സ്വർണം നൽകി. 2 ചെക്ക് ലീഫുകൾ ഇതിന് ഗ്യാരണ്ടിയായി നൽകി. പണം ലഭിക്കാതെ വന്നതോടെ ജ്വല്ലറി ഉടമ ഇവരെ സമീപിച്ചപ്പോൾ 2 ലക്ഷം രൂപ നൽകി. പിന്നീട് 10 ലക്ഷം രൂപയുടെ സ്വർണം വേണമെന്നാവശ്യപ്പെട്ട് ജനുവരി 27-ന് ജിജിയും കൂട്ടാളിയും വീണ്ടും എത്തി. എന്നാൽ അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജിജി ജ്വല്ലറി ഉടമയുടെ പേരിൽ പരാതി കൊടുത്തു. പരാതി പിൻവലിക്കണമെങ്കിൽ പണമോ സ്വർണമോ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ 10 ലക്ഷം രൂപയുടെ സ്വർണം കടമായി നൽകി. എന്നാൽ ഇതിന്റെ പണം ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയും വീണ്ടും ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി പരാതി നൽകുകയുമായിരുന്നു. ഇതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായ ജ്വല്ലറി ഉടമ ഇവർക്കെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ നിർധന കുടുംബത്തെ സഹായിക്കാൻ 1,69,000 രൂപയുടെ സ്വർണം താൻ കടമായി വാങ്ങി നൽകിയെന്നും മറ്റു കാര്യങ്ങൾ അറിയില്ലെന്നുമാണ് മാത്യു സ്റ്റീഫൻ പ്രതികരിച്ചത്. അതേസമയം മുക്കുവണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ സുബൈർ, ജിജി എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. സുബൈറിനും ജിജിക്കുമെതിരെ പലയിടങ്ങളിലും പരാതിയുണ്ട്. ജനാധിപത്യ സംരക്ഷണ സമിതി പ്രവർത്തകരാണ് പ്രതികൾ. സിറ്റി വിഷൻ, തൊടുപുഴ. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിയിൽ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. രാജ്യത്ത് പാചകവാതക വിലയിൽ വീണ്ടും വർധനവുണ്ടായ സാഹചര്യത്തിലായിരുന്നു
കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സൂചകമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രതിഷേധ പരിപാടിയിൽ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. 50 രൂപ വില കൂടി, ഡീസലിന് 2% സെസ് ഏർപ്പെടുത്തി. ഈ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു കുറ്റി ഗ്യാസിന് 430 രൂപയായിരുന്നു, ഇപ്പോൾ 1050 രൂപയായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന യോഗത്തിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി. പ്രതിഷേധ പ്രകടനം ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. DCC ഭാരവാഹികളും ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. ഹൈറേഞ്ചിൽ ഇഞ്ചി കൃഷി വിസ്മൃതിയിലേക്ക്. വിലക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറുകയാണ്. നഷ്ടം ബാക്കിയാക്കി ഇഞ്ചി കൃഷി മലയിറങ്ങി തുടങ്ങിയെന്നാണ് കർഷകർ പറയുന്നത്. ശേഷിക്കുന്ന ഇഞ്ചി കൃഷിയിടങ്ങളും മറ്റു വിളകളിലേക്ക് ചുവടുമാറുകയാണ്. വർദ്ധിച്ച കൃഷിച്ചെലവ് ഇഞ്ചി കർഷകരുടെ നടുവൊടിക്കുന്നു. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ പ്രധാന കൃഷികളിലൊന്നായിരുന്നു ഇഞ്ചി കൃഷി. എന്നാൽ ഇന്ന് ഇഞ്ചി കൃഷി ഹൈറേഞ്ചിൽ നിന്നും പതിയെ പടിയിറങ്ങുകയാണ്. തൊട്ടുമുൻ വർഷങ്ങളിൽ കിലോയ്ക്ക് 100 രൂപ വരെ ലഭിച്ചിരുന്ന പച്ച ഇഞ്ചിക്ക് ഇപ്പോൾ ലഭിക്കുന്ന വില 30-ൽ താഴെ മാത്രമാണ്. 1 കിലോ ഇഞ്ചിക്ക് 200 രൂപയ്ക്ക് മുകളിൽ വില ലഭിച്ച കാലവുമുണ്ട്. തൊഴിലാളികൾക്കുള്ള കൂലിയും വളപ്രയോഗവും എല്ലാം കണക്കിലെടുക്കുമ്പോൾ കൃഷിക്കായി മുടക്കിയ തുക പോലും പലർക്കും ഇപ്പോൾ തിരികെ കിട്ടുന്നില്ല. കടം വാങ്ങിയും വായ്പയെടുത്തും മറ്റും കൃഷി ഇറക്കുന്നവരാണ് ഏറെ വലയുന്നത്. മെയ് ജൂൺ മാസങ്ങളിലാണ് കൃഷി നടത്തേണ്ടതെങ്കിലും മിക്ക കർഷകരും ഇഞ്ചി കൃഷിയിൽ നിന്ന് പിന്മാറിയ മട്ടാണ്. കൃഷിക്കായി വേണ്ടുന്ന സ്ഥലലഭ്യതക്കുറവും കർഷകർക്ക് വെല്ലുവിളിയാകുന്നു. ഒരു തവണ ഇഞ്ചി കൃഷി ചെയ്ത സ്ഥലത്ത് അടുത്ത വർഷം വീണ്ടും കൃഷി ചെയ്താൽ വിളവ് കുറയും. അതിനാൽ പുതിയ സ്ഥലം കണ്ടെത്തേണ്ടി വരും. ഒരു സ്ഥലത്ത് തന്നെ ഇഞ്ചി കൃഷി ചെയ്യണമെങ്കിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ മറ്റു വിളകൾ പരീക്ഷിക്കേണ്ടതായി വരും. ഇത് ഇഞ്ചിയേക്കാൾ നഷ്ടം കുറവായി തോന്നിയാൽ കർഷകർ അതിൽ തുടരാൻ നിർബന്ധിതരാകുകയും ചെയ്യും. അയൽ സംസ്ഥാനങ്ങളിലെ ഹൈടെക് ഇഞ്ചി ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടൺ കണക്കിന് ഇഞ്ചി കുറഞ്ഞ വിലയിൽ കേരളത്തിലെത്തുന്നുണ്ട്. വർദ്ധിച്ച കൃഷിച്ചെലവും ഇഞ്ചി കർഷകരുടെ നടുവൊടിക്കുന്നു. സിറ്റി വിഷൻ അടിമാലി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്ന വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ദേവികുളത്ത് നടന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KM ബാബു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവികുളം ശ്രീമൂലം ക്ലബ് ലൈബ്രറി ഹാളിലാണ് പരിപാടി നടന്നത്. ആളുകളിൽ വായന വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്നത്. കേരളത്തിലെ എല്ലാ ഗ്രന്ഥശാലകളെയും കോർത്തിണക്കി അതാതിടങ്ങളിലെ വീടുകളിലേക്ക് പുസ്തകങ്ങൾ നേരിട്ട് വായനക്കാരുടെ അഭിരുചിക്കനുസരണമായി എത്തിക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ദേവികുളം ശ്രീമൂലം ക്ലബ് ലൈബ്രറി ഹാളിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KM ബാബു നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനം വായനാ മേഖല ഒരു പരിധിവരെ കുറയ്ക്കാനിടയാക്കി. സ്ത്രീകളുടെ ഇടയിൽ നല്ല നിലയിൽ വായനയുണ്ടായിരുന്നു. അത് വാരികകളും മാസികകളും അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളും എല്ലാമായി. പക്ഷേ ഇപ്പോൾ സീരിയലിൻ്റെ മുമ്പിൽ അവർ ഒട്ടുമടക്കിയിരിക്കുകയാണ്. ജില്ലാ ലൈബ്രറി കൗൺസിലാണ് ജില്ലയിൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് KR രമണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം TR ഹരിദാസ്, PN ബാലകൃഷ്ണനാചാരി, VO ഷാജി, ശരത് ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി വിഷൻ അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാതിവില തട്ടിപ്പ്, തനിക്ക് ഒരു അന്വേഷണ സംഘത്തിന്റെ നോട്ടീസും കിട്ടിയിട്ടില്ല ഡീൻ കുര്യാക്കോസ്. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന ആരോപണമായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നീതിപൂർവമായ സമീപനമാണ് കുടുംബത്തോട് സ്വീകരിച്ചതെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.